എന്താ മാമ? നീ കാലത്ത് ബസ്സിൽ വെച്ച് പോക്കറ്റ് അടിച്ചു കേൾക്കണ്ടല്ലോ, എന്താണ്ടായേ? ആരാ പറഞ്ഞു? പറ. മാമൻ തന്ന 500 പോണ വഴിക്ക് ബസ്സിൽ നിന്ന് എന്റെ പോക്കറ്റ് അടിച്ചത്. നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പേഴ്സാന്ന് പറഞ്ഞിട്ട് ഇവിടെ 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് എന്താ പറയണ്ടേ? അല്ലല്ല, എന്റെ പോക്കറ്റ് എടുത്തിന് അടിച്ചില്ലേ, അവന്റെ കിട്ടിയതാ. മാമനെ ഏതായാലും പേഴ്സ് വാങ്ങി വെച്ചോ, ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അതെ, നിന്നെ നേരിട്ട് കണ്ട് കൊടുക്കാന്ന് അവര് പറയണേ. അതെ അതെ, എന്നാ ഞാൻ നേരിട്ട് വാങ്ങാം. അതാണ് അതിന്റെ ശരി. മാമൻ ഏതായാലും പൈസ വാങ്ങി വെച്ചോ, പേഴ്സ് ഞാൻ അവര് നേരിട്ട് വാങ്ങിക്കോളാം. അതൊക്കെ ശരി, ഓക്കെ. പ്രതീക്ഷ കട്ടാക്കിലോ ശാപം. അയ്യോ, അത് കട്ടായിട്ടാ. നമുക്ക് എന്താ ചെയ്യാട്ടാ. അതെ, ഞാൻ അവനോട് സംസാരിച്ച് ശരിയാക്കിക്കോളാം. എന്റെ ബായി, ഈ പറമ്പിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് എന്റെ ശമ്പളം. അതാണ് ഞാനും മുതലാളി തമ്മിലുള്ള എഗ്രിമെന്റ്. ഇപ്പൊ വലിയ മെച്ചമൊന്നുമില്ല. 50 രൂപ വേണമെങ്കിട്ടില്ല. തെണ്ടന്റെ അവസ്ഥയാണ്, തെണ്ടന്റെ അവസ്ഥ. അല്ല ബായി, കാശ് വേണം. കാശില്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കില്ല, അല്ലേ ശിവൻ ചേട്ടാ? അത് ശരിയാ, കയ്യില് കാശ് വേണം. ശിവൻ ചേട്ടാ ഒരു ഇനി പോ. ശിവൻ ചേട്ടന്റെ മുഖത്ത് അതിന്റെ ഒരു തിളക്കമുണ്ട്, അല്ല പ്രതീക്ഷ? ഒരു 5 ലക്ഷത്തിന്റെ ചേട്ടാ, ശിവൻ ചേട്ടാ, 5 ലക്ഷം എവിടെയാണ് വെച്ചേക്കുന്നത്? അടിച്ചു മാറ്റാനൊന്നുമല്ല കേട്ടാ, വെറുതെ ചോദിച്ചാണ്. അതൊക്കെ സേഫായിട്ടൊരു സ്ഥലത്തുണ്ടാ. ബാങ്കിലാ? ഏയ്, വീട്ടിലാ. ആരോ ഫോൺ എടുക്കണ്ട. ഹലോ, എടുക്കണ്ടെന്നല്ല പറഞ്ഞു. അല്ല, ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് വരും. പേര് വിൽസേട്ടൻ. എന്താ പറഞ്ഞോളൂ. ജ്യേഷ്ഠ സഹോദരൻ കേൾക്കാൻ വേണ്ടി പറയാ. അവനെ ഒരു മാല പണയം വെച്ചിട്ട് മാസം 3 ഇതുവരെ തിരിച്ചു തന്നില്ല. ഈ വരുന്ന ഞായറാഴ്ച അച്ഛൻ വരിക. അതിനു മുമ്പ് എനിക്ക് ആ മാല തന്നില്ലെങ്കിൽ എന്റെ ശവം കാട്ടിവരുന്ന അവനോട് പറഞ്ഞോളൂ. ജ്യേഷ്ഠ സഹോദരൻ. ശവോ? അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായ. ഞാൻ പറഞ്ഞല്ലേ ഫോൺ എടുക്കണ്ടാന്ന്. എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന ഫോൺ വിളിച്ചായിട്ട് എടുക്കണത്. എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യതകൾ ഉണ്ടാവില്ലേ? നീ എന്നോട് ചൂടാൻ വന്ന് കണ്ടേ ആ പെങ്കൊച്ചിന് പണം വെച്ച മാല എടുത്തു നോക്കടാ. ഇല്ല, ആ പെണ്ണിന്റെ കുടുംബത്തിന് മുന്നിൽ തൂങ്ങിച്ചാവുന്നു. എനിക്കറിയില്ല, അവനോട് ചോദിച്ചോക്ക്. ബൈ, എന്താണ് പ്രശ്നം? എന്തുണ്ടെങ്കിലും പറ, നമുക്ക് ഡീലാക്കാന്ന്. നീ കാര്യം പറടാ. പറയ്. എന്റെ ശിവേട്ടാ, ഒരു അത്യാവശ്യം വന്നപ്പോ നമുക്കറിയാവുന്ന പെൺകുട്ടിയുടെ മാല എടുത്ത് പണയം വെച്ചു. ഓക്കെ, പറഞ്ഞ സമയത്ത് അത് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അതും ഓക്കെ. പുലിവാല് പിടിച്ചിരിക്കുക, ശല്യം. ഒരു നിവൃത്തിയില്ല. ഏകദേശം അത് എടുക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരും? 2.5 പവന്റെ മാല, പലിശ അടക്കം 40,000. 40,000 രൂപ? നീ എത്ര പൈസ തമിഴിന് പലിശക്ക് കൊടുക്കാൻ 5,000 രൂപ ഞാൻ തന്നാ. പിന്നെ കൊടൈക്കനാല് പോയത്. ചോദിക്കും പൊട്ടണ ഫുള്ള്. ഇതൊക്കെ എവിടുന്നാന്ന് വിചാരം? ഇതൊക്കെ ചെലവല്ലേ? ഓ, ഇതിനൊക്കെ ഇത്രയും പൈസ അല്ലേ? ഇല്ലാണ്ട് പിന്നെ നിങ്ങൾക്കൊന്നേ എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. രാവിലെ മുതൽ അവളോട് വാട്സപ്പിൽ ഓരോ ഗുളികളുടെ ഫോട്ടോ അയച്ചോണ്ടിരിക്കുക. ഇപ്പൊ മരിക്കും പോയിരിക്കുന്നു പറഞ്ഞിട്ട് വീടിന് മുമ്പ് വന്ന് കെട്ടി തൂങ്ങി ചാവും. ആത്മഹത്യ കുറിപ്പിൽ എന്റെ പേര് എഴുതി വെക്കുന്നോണ്ട് പേടിപ്പിക്കലല്ല, പീഡിപ്പിക്കല. ഡീലാക്കാന്നേ ഒരു വഴി ഉണ്ടാവും. എന്തൊരു വഴി? ശിവൻ ചേട്ടാ, ചേട്ടന് 40,000 രൂപ അവന് കൊടുക്ക്. അവന് കിട്ടുമ്പോ തിരിച്ചു തരും. എന്നാലും 5 ലക്ഷത്തിന് ബാക്കി ഉണ്ടാവുമല്ല ചേട്ടാ? ശരി. ശിവട്ട വെള്ളം കൊടുക്കായിരുന്നു, പക്ഷെ കൊടുത്തിട്ട് കാര്യമില്ല. അതെന്താ കാര്യമില്ലെന്നോ? ഉപകാരപ്പെടില്ലെന്ന്. ഉപകാരപ്പെടില്ല? നീ എന്തിട്ട് പറഞ്ഞ ശിവ? നീ തെളിച്ച് പറഞ്ഞ. നീ സംഭവം
നിങ്ങൾ വിചാരിക്കണ പോലെ 5 ലക്ഷം അടിച്ചു മാറ്റുന്നുള്ളത് ശരി തന്നെയാ. വളരെ കഷ്ടപ്പെട്ട് കളവുത്ത് തുറന്ന് പൈസ മൊത്തം അടിച്ചു മാറ്റി. രക്ഷപ്പെട്ടെന്ന് കരുതി മനസ്സമാനായിട്ട് ഒരു പകൽ മുഴുവൻ കിടന്നുറങ്ങി എണീറ്റപ്പോ मेरे प्यारे देशवासियों, आज मध्यरात्रि यानी 8 नवंबर 2016 അടിച്ചു മാറ്റിയാണെങ്കിൽ ഫുള്ള് 500 ആയിരം. കഴിഞ്ഞില്ലേ കത്തിക്കല്? അതിന്റെ പൈസ എന്ത് ചെയ്തു? കുറച്ചൊക്കെ നോട്ട് ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ പമ്പിലായിട്ട് മാറ്റി. ബാങ്കിൽ മാറ്റിക്കൂടെ? നീ എന്തൊട്ടാ പറയണേ? അവര് സോഴ്സ് ചോദിക്കില്ലടാ. ആർക്കെങ്കിലൊക്കെ വെറുതെ കൊടുക്കാല്ല. എന്നെ ഭായി വെറുതെ കിട്ടുന്നവൻ ചോദിക്കും ഈ സോഴ്സ്. അവസാനം ഞാൻ നമ്മുടെ വീടിന്റെ തട്ടിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നോക്കിയേ, പഴയ നോട്ട് പോലീസ് പിടിച്ച കേസാട്ടാ. ആ വീട്ടിൽ നിന്ന് വിളിച്ച അവനല്ലേ അനിയൻ ചക്കൻ, അവന്റെ പേര് കേസ് എടുത്തോളും. അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ ഞാനത്. പൊളിച്ചു പോയി. നല്ല ബെസ്റ്റ് മാതൃക ചേട്ടൻ അല്ലേ? നമ്മളുടെ അവന്റെ കളി വീട് റാസ്കോൽ. ചേട്ടന്മാരെ എങ്ങനെയാണോ? മച്ചാനെ, കാശായിട്ട് തന്ന് സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, എന്റെ വണ്ടി കൊണ്ട് വിറ്റോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. അപ്പൊ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കൂലേ? അച്ഛനോട് പോയി വല്ല പള്ളി പോയി പറയാൻ പറയും. എനിക്ക് അച്ഛനേക്കാളും വലുത് എന്റെ ചങ്ക് ഫ്രണ്ട്സ് ആണ്. നീ ധൈര്യമായിട്ടോണ്ട് വിറ്റോടാ. പിന്നെ ബുക്കും പേപ്പറൊക്കെ അച്ഛൻ്റെ കയ്യിലാണ്, അതുകൊണ്ട് കിട്ടണ കാശിന് തട്ടിക്കോ. കിൽബേർട്ട്ജി, നമ്മൾ വിചാരിക്കണ കാശ് ഇതുകൊണ്ട് കിട്ടുമോ? നീ ഇതെന്താണ് ഈ പറയണത്? നീ എന്റെ വെറുതെ ഷോക്ക് അടിച്ചിരിക്കില്ല മച്ചാനെ, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നു. നീ വാ. എടാ, ഇപ്പൊ കിട്ടണ കാശിന് നീ അത് കൊടുക്ക്, ബാക്കി നമുക്ക് നോക്കാന്ന്. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അല്ലേ ശിവൻ ചേട്ടാ? അതെ. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്നൊന്നും സർക്കാർ നോട്ട് പറ്റില്ല. പണിയൊക്കെ ഒന്ന് ഉഷാറാക്കണം. നീ ഉണ്ടാവില്ല ഇവിടെ? പിന്നെ അപ്പൊ നാളെ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? അപ്പൊ നമ്മൾ പൊളിക്കല്ലേ ശിവൻ ചേട്ടാ? നീ ബസ് ചെയ്ത് വീണാണോ നിന്നെ പട്ടി ഓടിച്ചിട്ടാണോ ഉള്ള കാര്യം പറഞ്ഞേ? ശരിയാണ്. ഇന്നും ബിവറേജിൽ പോകുന്നത് ബാനെ ഞാൻ ശ്രദ്ധിക്കണായിരുന്നു. ബാന ആരാണ്ടൊക്കെ ഫോളോ ചെയ്യണ്ടല്ലോ. എന്താണ് പോയി പ്രശ്നം? എന്താണെന്ന് തുറന്ന് പറയാന്ന്. പറയടാ. അത് കാശ് ഒപ്പിക്കാനുള്ള ടെൻഷനില് രാവിലെ ബസ്സിൽ വരുമ്പോ ഒരുത്തിന്റെ പോക്കറ്റ് അടിച്ചു. എന്നിട്ട് നിന്നെ പിടിച്ചാ? ഞാൻ ഇറങ്ങി ഓടിയതാണ്. ഒക്കെ അവലുള്ള കുറച്ചവന്മാര് പിടിച്ചു നല്ല ഇടി ഇടിച്ചു. കണ്ണിനൊക്കെ ഇടിച്ചാണ്. നീ അറിയോ? കണ്ടറിയാം. എന്നാ നമ്മൾ അവന്മാർക്കിട്ട് പണി കുറെ ഇറങ്ങിയിട്ടുണ്ട് നാട് നന്നാക്കാനായിട്ട്. അതിന്റെ മക്കള് എന്റെ ഭായി അത് അപ്പൊ തന്നെ പറയണ്ടേ? ഫോളോ ചെയ്തവന്മാര് അവിടെ ഇട്ട് പണിയായിരുന്നല്ല. ഇതിപ്പോ അടിച്ചൊക്കെ ഇറങ്ങുകയും ചെയ്ത്. ഇനിയിപ്പോ ഈ സമയത്ത് വേറെ കിട്ടുമോ? 10 മണി ആയില്ലെങ്കിൽ ഇനിയിപ്പോ മാറ്റോ മിലിറ്ററി ഒക്കെ നോക്കേണ്ടി വരും. നോക്കട്ടെ, ഒരു പാർട്ടി ഉണ്ട്. കിട്ടുമോ? നീ ആ ബൈക്കിന് ചാവി കിട്ടുന്ന എടാ, നീ കൂടെ പോയോ? നമുക്ക് തിരിച്ചോ. ഞാനാ വാടക ഞാനല്ല കൂടെ ഉള്ളത്. നിന്നെ അടുത്തൊന്നും ചെയ്യില്ല. വാടാ. വരുമ്പോ മുറുക്കാൻ കൂടെ എടുത്തോ. ഇത് മുഴുവൻ എടുക്കണം. ഒരു വഴിക്ക് പോണല്ലേ? ചുണ്ടാമ്പോ വിൽസം ഭായ്, മരുന്നുകളുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടോ? രണ്ടോ ഉണക്ക തേങ്ങ വെട്ടി വെള്ളം തരട്ടെ. ഒന്ന് പോവാ ഭയോ. എന്താ ചെയ്യട്ടോ? ഇയാളാണ് എന്നെ തല്ലിയ മേണ്ടാവുക. എവനാ? ഈ തണ്ടിനെയാ. എവനാ നാട് നന്നാക്കാൻ നടക്കുന്ന പാർട്ടി? ശിവട്ട ഇയാളെ അറിയോ? ഇവൻ വീട്ടുകാർക്കും ചെല്ലുവോ നാട്ടുകാർക്കും ചെല്ലുവോ? നീ വണ്ടിന്ന് ഇറങ്ങിയ ഇറങ്ങടാ. വാടാ വരാൻ. ചാവുട്ടവന്റെ മോന്നക്കിട്ട്. ഇത് ഫ്ലെക്സ് അല്ലേ? എടാ, ഇന്ന് ഫ്ലെക്സില്, പിന്നെ നാളെ നേരിട്ട് അവന്റെ നെഞ്ചത്തിട്ട് ഔട്ടോ.
ചവിട്ടാ എടാ ധൈര്യമായിട്ട് ചവിട്ടാ ഞാനല്ലേ പറഞ്ഞേ എടാ ചവിട്ടാൻ ചവിട്ടാ